എല്ലാവർക്കും നമസ്കാരം. രവി നമസ്കാരം. രവീന്ദ്രൻ ചേട്ടന്റെ ഏത്തവാഴത്തോട്ടത്തിലാണ് നല്ല രീതി കൊലച്ചു നിൽക്കുന്നുണ്ട്. ഒരേപോലെ അതുപോലെ ഇതിന്റെ കുഴിയെടുത്തതും ഇത് നട്ടതും വളപ്രയോഗവും ഇതിന്റെ രോഗപ്രതിരോധത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്കാണ്. അതാണ് അതിന്റെ സംതൃപ്തി. അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അതിന് റിട്ടയർമെന്റിന് ശേഷം ഇതിലാണ് സംതൃപ്തി പറയുന്നത്. ഞാൻ 100% ഞാൻ ഹാപ്പിയാണ് അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എൻ്റെ പേര് രവീന്ദ്രൻ. ഞാൻ സംസ്ഥാന ഫാമിംഗ് കോർപ്പറേഷൻ്റെ കീഴിലുള്ള ഒരു ജീവനക്കാരനായിരുന്നു. എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലെ താമരക്കുളം പഞ്ചായത്തിൽ 13-ാം വാർഡിലാണ് എൻ്റെ താമസം. അങ്ങനെ അവിടുന്ന് റിട്ടയർഡ് ആയി വന്നതിന് ശേഷം പിന്നെ ഈ കൃഷിയായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു ഞാൻ. അങ്ങനെയാണ് ഈ കൃഷി ഞാൻ തുടങ്ങുന്നത്. ചേട്ടാ, ഞാൻ ഈ നോക്കിയപ്പോഴേ എൻ്റെ ഇവിടെ കാണുന്ന ഈ കുലകളെല്ലാം ഏകദേശം ഒരേ പരുവത്തിൽ വിളഞ്ഞു നിൽക്കുന്നു. അപ്പൊ ഇതെന്താ എല്ലാം ഒരുപോലെ ഇങ്ങനെ ഒറ്റയ്ക്ക് കൂമ്പ് വരാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? അത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഈ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ഏകദേശം ഒരേ സൈസുള്ള വാഴവിത്ത് നമ്മൾ തിരഞ്ഞെടുക്കുക. അത് മാത്രം മതി. ഇപ്പൊ ഞാൻ കൂടുതൽ ഈ വിത്ത് എടുത്തെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന കൃഷിഭവനിൽ നിന്ന് കിട്ടിയ വാഴവിത്താണ് ഞാൻ കൂടുതൽ ഉപയോഗിച്ചത്. എല്ലാം ഇത് തന്നെ കൃഷിഭവനിലെ വാഴവിത്ത് തന്നെയാണ് ഉപയോഗിച്ചത്. അത് ഞാൻ തന്നെ അവിടെ ചെന്ന് തിരഞ്ഞെടുത്തതാണ്. അത് ഏകദേശം എല്ലാ വിത്തുകളും ഒരേ സൈസുള്ള വാഴവിത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതാണ് ഇങ്ങനെ ഈ ഒന്നുപോലെ വിരിയാൻ കാരണം അതുകൊണ്ടാണ്. വാഴവിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്? അത് കൂടുതലും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഈ കേട് വന്ന വിത്തുകൾ കാണും. കാരണം ഈ കരിക്കൻ തിന്ന വിത്തുകൾ കാണും. കരിക്കൻ തിന്നാന്ന് വെച്ചാൽ പിന്നെ കരിഞ്ഞിരിക്കും. ആ വിത്തുകൾ ഒഴിവാക്കിയിട്ട് പിന്നെ നല്ല ഫ്രഷ് വിത്ത് നോക്കി നമ്മൾ ഒരേ സൈസുള്ള വാഴക്കുട്ടിയുടെ മാണത്തില് ചെത്തിക്കളയോ? അത് ചെത്തിക്കളയും. ചെത്തിക്കളഞ്ഞിട്ട് എന്തെങ്കിലും ലൈനിയോ എന്തെങ്കിലും അത് ചെത്തിക്കളയും. ഞാൻ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പിന്നെ എൻ്റെ ഒരു സുഹൃത്തൊരു പിന്നെ ഈ വേപ്പിൻ കഷായം എന്ന് പറഞ്ഞൊരു പിന്നെ മരുന്ന് പറഞ്ഞത്, അങ്ങനെ അതിൽ മുക്കിയാണ് ഞാൻ വെക്കാറുള്ളത്. എത്ര അരമണിക്കൂർ വെക്കില്ലേ? പിന്നെ ഇന്ന് മുക്കി വെച്ചാൽ മിക്കവാറും ഇന്ന് വൈകിട്ട് മുക്കി വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ ആയിരിക്കുന്നത്. അതിനുശേഷം പിന്നെ നടുന്നതിന് വേണ്ടി പിന്നെ നിലമെല്ലാം ഒരുക്കി വൃത്തിയാക്കി കളച്ച് അല്ലെങ്കിൽ പൂട്ടിയോ എല്ലാം വൃത്തിയാക്കി ആദ്യം കുമ്മായം ഞാൻ ഇടും. കുമ്മായം ഒന്ന് വിതറും. മൊത്തം ഒന്ന് വിതറിയതിന് ശേഷമായിരിക്കും പൂട്ടുന്നത്. പൂട്ടി എല്ലാം റെഡിയാക്കി ഞാൻ തന്നെ ആയിരിക്കും. പിന്നെ കുഴിയെടുത്ത എല്ലാം ഞാൻ തന്നെയാണ്. അങ്ങനെ കുഴിയെടുത്ത് പിന്നെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ അങ്ങനെയാണ് ഈ തൈ നടുന്നത്. തൈ നടുമ്പോൾ ഈ പിണ്ണാക്കല്ല, ഈ എല്ലുപൊടി ഇട്ടാണ് സാധാരണ നടുന്നത്. അല്ല, കുട്ടി നടത്തില്ലയോ? നടുമ്പോ എന്തെല്ലാം വളങ്ങൾ ചേർക്കും? ചേർക്കുന്ന പറഞ്ഞാൽ പിണ്ണാക്ക് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിണ്ണാക്കും അതിന്റെ പുറത്ത് കുറച്ച് ചാണകപ്പൊടി ഉണ്ടാവും. പിന്നെ അനിയന്റെ പിന്നെ കന്നാലി ഉണ്ട്, പശു കന്നാലി ഉണ്ടായതുകൊണ്ട് അവിടുന്ന് ചാണകപ്പൊടി കിട്ടും. അങ്ങനെ ഞാൻ നേരത്തെ ചാണകപ്പൊടി ഉണക്കി റെഡിയാക്കി ഇട്ടേക്കും. ചാണകപ്പൊടി പിന്നെ ഈ ആട്ടിൻ കാഷ്ടവും കൂടെ ഇരട്ടി റെഡിയാക്കി ഇട്ടേക്കും. അതുകൂടെ അതിൻ്റെ ഈ എല്ലുവിട് കൂടെ തന്നെ അതും കൂടെ കുറച്ച് കയറി പിന്നെ ഇട്ട് പെരട്ടിയാണ് വിത്ത് നടുന്നത്. അപ്പൊ അത് വിത്ത് നട്ടതിന് ശേഷമേ ഉണക്കടിക്കാതിരിക്കാനോ അല്ലെ മഴ സമയം ഉണക്കത്ത് കരിയില വരിയിടും. മഴയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എങ്കിൽ പോലും സാധാരണ ഈ ഉണക്കത്തായിരിക്കും. ഉണക്കത്ത് ഈ അല്പം ഒന്ന് കാഞ്ഞ് നടുന്നത് പിന്നെ കിളിച്ച് വരുന്നത് നല്ലത് തന്നെയാണ്. അങ്ങനെ ഉണക്കത്ത് പിന്നെ ഈ വാഴത്തട്ടെന്ന് പറഞ്ഞാൽ ഉണക്കത്ത് തന്നെ നട്ടതാണ്. ഉണക്കത്ത് നട്ട് അന്ന് കരിയില വാരിയിട്ട് നല്ല ഭംഗിയായിട്ട് അന്ന് നല്ല ഉണക്ക് കരിയിലേക്ക് ഉണ്ടായിരുന്നു. ആ കരിയിലേക്ക് വാരിയിട്ട് ഭദ്രമായിട്ട് വെള്ളം നനച്ച് ഇട്ടേക്കുമായിരുന്നു. പിന്നെ ഈ വാഴ ഇത് കിളിർത്ത് വരത്തില്ലേ ചേട്ടാ? കിളിർത്ത് വന്ന് എത്ര സമയം കഴിഞ്ഞ് അടുത്ത വളപ്രയോഗം ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 4-5 ഇല വരുമ്പോൾ ആദ്യത്തെ വളം ചെയ്യും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്ത് വളമാ ചെയ്യുന്നത്? അത് കൂടുതൽ പിണ്ണാക്കും പിന്നെ എല്ലുപൊടി കുറച്ചേ എടുത്തുള്ളൂ. പിണ്ണാക്കും കൂടെ ഇരട്ടി പിന്നെ ഈ ചാണകപ്പൊടി അതിന്റെ പുറത്ത് കുറച്ച് ചാണകപ്പൊടി ഇട്ട് പിന്നെ കുറച്ച് മണ്ണിട്ട് മുടിയിടും. അതാണ് മേൽമണ്ണ് ഒട്ടും കളയത്തില്ല ആദ്യം മുതലേ? ഇല്ലല്ല, കളയത്തില്ല. കുറേശ്ശെ ഇങ്ങനെ അടുപ്പിച്ചോണ്ടിരിക്കും. ഓരോ പ്രാവശ്യം പിന്നെ ഈ വളം ഇടുമ്പോഴും കുറേശ്ശെ മണ്ണ് അടുപ്പിച്ചോണ്ടിരിക്കും. അങ്ങനെ അല്ലേ?
അപ്പൊ 2 വളം ചെയ്തു കഴിഞ്ഞു. അവർ 2 വളം ചെയ്ത് കഴിഞ്ഞു. അടുത്ത വളപ്രയോഗം എപ്പോഴാ? അടുത്ത പിന്നെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞ് ഒരു 35 ദിവസം കഴിയുമ്പോൾ അടുത്ത വളം ചെയ്യും. അപ്പോഴത്തേക്ക് ഒരു 4-5 ഇല വരും. ഒരു 5-6 ഇല വരും. ഈ ഇലയുടെ കരുത്ത് കാണുമ്പോൾ അറിയാവോ കുട്ടിക്ക് എന്തോ കാണുമ്പോൾ അറിയാം. വെള്ളത്തിന്റെ കുറവുണ്ടോ അല്ലെ എന്തോ അതിന്റെ കുറവുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കും? അത് പിന്നെ വെള്ളത്തിന്റെ കുറവ് കൂടെ നമ്മൾ പിന്നെ ഒരു 2-3 ദിവസം കൂടിയിരിക്കുമ്പോൾ നമ്മൾ നനച്ചു കൊടുക്കണം. മഴ ഇല്ലെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കണം. അത് കൂടുതലൊന്നും വേണ്ട, ഒരു ചെറിയ രൂപത്തിൽ നമ്മൾ നനച്ചു കൊടുക്കണം. ഈ വാഴകളെല്ലാം പരസ്പരം ഇങ്ങനെ പ്ലാസ്റ്റിക്കായിട്ട് കെട്ടി വെച്ചിരിക്കും അല്ലേ? അതെ അതെ. എന്താ കാറ്റടിച്ച് ഒടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ 2ാം വളത്തെ വരെ പറഞ്ഞു. അതിനുശേഷം 3ാം വളം. 3ാം വളം ആകുമ്പോഴത്തേന് വീണ്ടും പിന്നെ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഈ പിന്നെ അന്നിട്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഈ വേപ്പിൻ പിണ്ണാക്കും. അത് കൃഷിഭവനിൽ നിന്ന് എനിക്ക് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് കിട്ടിയായിരുന്നു. ആ വേപ്പിൻ പിണ്ണാക്കും പിന്നെ അല്ലാതെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പിണ്ണാക്കും പിന്നെ ഈ ജൈവവളമുണ്ട്. പിന്നെ ഈ ചന്തയിൽ ജൈവവളം കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചായത്തിൽ ജൈവവളമുണ്ട്. അയറാണോ ഉദ്ദേശിക്കുന്നത്? പഞ്ചായത്തിന്റെ ജൈവവളം. അത് ചന്തയ്ക്കകത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു മൂടിന് ഒരു 1/2 കിലോ വീഴത്തക്ക രൂപത്തിൽ ഞാൻ വാങ്ങിക്കും. ഇത് അകലെ കൂട്ടിയാണ്? അതെ, ഒരു ഏകദേശം പിന്നെ വാഴയുടെ മൂട്ടിൽ നിന്ന് ഏകദേശം 1 അടി മാറ്റി വട്ടം പിന്നെ മേൽമണ്ണ് ഒരു ചെറുതായിട്ട് ഇളക്കിയിട്ടിട്ട് ആണ് നമ്മളത് ചെയ്യുന്നത്. അതിന്റെ കൂടെ ഈ 3ാമത്തെ വളം ചെയ്യുമ്പം അല്പം പിന്നെ ഈ ഫാക്ടംഫോസും പൊട്ടാഷ്യം കൂടെ ചേർക്കും. സാധാരണ ഇതെല്ലാം കൂടെ 40 കിലോ വരത്തക്ക രൂപത്തിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. 40 കിലോ വളമാണ് ഒരു പ്രാവശ്യം ഞാൻ എല്ലാ കൃഷിയുടെയും വാഴയ്ക്കും ചേനയ്ക്കും ചേമ്പും എല്ലാം കൂടെ. 40 കിലോ എന്ന് പറയുമ്പോൾ എത്ര മൂട് വാഴയ്ക്കാണോ? ഈ വാഴയുടെ മൂടെന്ന് പറയുന്നത് ഇത് എനിക്ക് ഇവിടെ ഇപ്പം ഏതാണ്ട് ഒരു 70-80 വാഴകളുണ്ട് എല്ലാം കൂടെ. അപ്പോൾ ബാക്കി ഞാൻ ഒരു കണക്കാക്കി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ ശേഷം അധികം വരുന്നത് ഈ ചേമ്പിനും ചേനയ്ക്കും എല്ലാം കൂടെ കുറച്ചിടും. നമ്മൾ 3 വളം വരെ പറഞ്ഞില്ലേ? ചേട്ടന്റെ വാഴയിലല്ലേ എന്തോ ചാക്ക് കെട്ടി വെച്ചിരിക്കുന്നേ? ചാക്ക് കെട്ടിയിരിക്കുന്ന പന്നി. ഇത് പിന്നെ ചാക്ക് കെട്ടിയിരിക്കുന്ന ദൃശ്യം പറഞ്ഞാല് പന്നിയുടെ ഭയങ്കര ശല്യമുള്ള സ്ഥലമായത്. അപ്പൊ പന്നിയുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി പന്നി ദൂരെ നിന്ന് നോക്കുന്നുണ്ടെ ഈ ചാക്കെട്ട് കാണുന്നുണ്ടേ ചിലപ്പോ അതിന് ആൾക്കാരാരെങ്കിലും നിൽക്കുന്ന ഒരു തോന്നലുണ്ടാവുകയാണെങ്കിൽ അങ്ങ് പോവും. ആ ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് പിന്നെ ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നത്. അങ്ങനെ വാഴ പന്നി കൂടുതലും ഇടിക്കാതിരിക്കും. അങ്ങനെ 2-3 വാഴ എൻ്റെ പന്നി ഇടിച്ചു കളഞ്ഞു. ഈ ചാക്ക് കെട്ടിയതിന് ശേഷം പിന്നെ വാഴ വന്ന് ശല്യം ചെയ്തിട്ടില്ല. ഈ വാഴകളൊക്കെ ഇപ്പൊ എത്ര മാസം പ്രായമായി? ഇതിപ്പം ഒരു 8 മാസം കഴിഞ്ഞു. 8 മാസം പ്രായം. ഇപ്പൊ നമ്മൾ 3 വളം ചെയ്യുന്ന രീതി പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം ചേട്ടാ ഇപ്പൊ ഈ 4ാമത്തെ വളം ആകുമ്പോഴത്തേക്ക് ഏകദേശം എത്ര വളർച്ചയെത്തിയിരിക്കും വാഴ? 4ാമത്തെ വളം. 4ാമത്തെ വളം വീണ്ടും ഞാനൊരു 30-35 ദിവസത്തിനുള്ളിലാണ് അടുത്ത വളം ചെയ്യുന്നത്. അതെന്തൊക്കെയാ ചെയ്യുക? അത് ചെയ്യുന്നത് അതും പിന്നെ കുറച്ച് പിന്നെ പിണ്ണാക്കും കുറച്ചേ എടുത്തുള്ളൂ. കുറച്ച് പിണ്ണാക്കും പിന്നെ ഈ ജൈവവളവും പിന്നെ വേപ്പിൻ പിണ്ണാക്കുണ്ടെങ്കിൽ അതും പിന്നെ ഒരു 40 കിലോ വാങ്ങിക്കുന്ന എല്ലാം കൂടെ 40 കിലോ ആണെങ്കിൽ ഒരു 10 കിലോ ഫാക്ടംഫോസും പൊട്ടാഷ്യം കൂടെ വാങ്ങിക്കും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ഇടുന്നതിന്റെ തലേദിവസം എല്ലാം കൂടെ പെരട്ടി റെഡിയാക്കി വെച്ചേക്കും. അതിനുശേഷമായിരിക്കും നമ്മൾ ഇടുന്നത് 4ാമത്തെ വളം. ഈ വളം ചെയ്യുമ്പോഴെല്ലാം ഞാൻ പിന്നെ പെരട്ടി അന്നേരം തന്നെ ഇടത്തില്ല. ഇന്ന് പെരട്ടി വെക്കുന്നത് നാളെ ഇടത്തും. പിന്നെ എല്ലാം കൂടെ ആ വളം എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട്. ഈ വളം ഇടുമ്പോഴേ കാലാവസ്ഥ അനുസരിച്ച് വെള്ളം കോരി കൊടുക്കുക? വെള്ളം കൊടുത്തെങ്കിലേ പറ്റുള്ളൂ. എത്ര ദിവസം കോരണം അടുപ്പിച്ച്? അത് അങ്ങനൊന്നും ഇല്ല. നമ്മള് പിന്നെ ഒരു 2-3 ദിവസം കൂടി ഇരിക്കുമ്പോൾ ചെറുതായിട്ട് നനച്ചു കൊടുക്കും. ഈ വളത്തിന്റെ അളവ് കൂടിയാലും വാഴയ്ക്ക് ദോഷമുണ്ടല്ലേ? അത് രാസവളം കൂടിയാലാ കുഴപ്പം. ഞാൻ രാസവളം അങ്ങനെ കൂടുതൽ ചേർക്കത്തില്ല. ഞാൻ പറഞ്ഞില്ലേ ഒരു 8-10 കിലോ കൂടുതൽ ഞാൻ രാസവളം വാങ്ങിക്കത്തില്ല. ഇത്ര വാഴയ്ക്കൂടെ 10 കിലോ കൂടുതൽ ഇതൊരു വാങ്ങിച്ചിട്ടില്ല. 4 വളം ചെയ്ത് കഴിഞ്ഞു. പിന്നെ അവസാന വളം എത്രാമത്തെയാ? അവസാന വളം ചെയ്യുന്നെന്ന് പറഞ്ഞാല് ഈ കൂൺ പൊടിച്ച് കഴിയുമ്പോൾ അത് 5ാമത്തെ വളം. 5ാമത്തെ വളം അതിനിടയ്ക്ക് വീണ്ടും ചെയ്യും.
ഇടവളവായി ചെയ്യുന്നുണ്ട്. ഇടവിള വീണ്ടും ചെയ്യും. പിന്നെ അതിന്റെ സമയം ഞാൻ പറഞ്ഞില്ലേ, ഒരു മാസം ഒരു 30-35 ദിവസത്തിനുള്ളിൽ ഏത്തവാഴയ്ക്ക് വളം ചെയ്തെങ്കിലേ വരുള്ളൂ. കാരണം കൂടുതൽ ഏത്തവാഴ എന്ന് പറഞ്ഞാൽ ഈ വളത്തിലും വെള്ളത്തിലുമാണ് ഇത് കയറി വരുന്നത്. കൊലപ്പിക്കുകയാണ് ഏത്തവാഴ എന്ന് പറഞ്ഞാൽ കൊലപ്പിക്കുകയാണ് ചെയ്യുന്നത്. മറ്റ് നാടൻ വാഴ പോലല്ല, കൊലപ്പിച്ചെടുക്കുകയാണ്. എങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ പ്രയോജനം കിട്ടുള്ളൂ. അങ്ങനെ 35 ദിവസത്തിനുള്ളിൽ, പിന്നെ 30-35 ദിവസത്തിനുള്ളിൽ വീണ്ടും അടുത്ത വളം ചെയ്തിരിക്കും. അങ്ങനെ അവസാനത്തെ വളം ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പോൾ അവസാനത്തെ വളം ചെയ്ത് ഇപ്പോൾ കൂൺ പൊടിച്ചതിന് ശേഷം, കൂൺ പൊടിക്കുന്നതിന് മുമ്പായിട്ട് പിന്നെ പടല് വിരിഞ്ഞു കഴിഞ്ഞാൽ, പടല് കംപ്ലീറ്റ് വിരിഞ്ഞു കഴിയുമ്പം പിന്നെ വീണ്ടും ഈ പിണ്ണാക്കും അല്പ ഫാക്ടംഫോസും പൊട്ടാഷും കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ വട്ടം തടം തുറന്നിട്ട് നല്ല ഉണക്ക് മണ്ണടിപ്പിച്ച് ഈ കാണുന്ന ഉണക്ക്. ഇപ്പം ഈ തടം ഇങ്ങനെ കോരി ഇത് ആ വളം ഇട്ടിട്ട് മണ്ണിട്ടിട്ടേക്കുക. ഈ കൂമ്പടി ഇത് കൊലച്ച് പടല് വിരിഞ്ഞു കഴിഞ്ഞ വാഴയ്ക്കെല്ലാം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ചുവട്ടിലും ഒരു വിത്ത് പോലും കാണുന്നില്ലല്ലോ ചേട്ടാ? അതെല്ലാം പിന്നെ വിത്ത് നേരത്തെ അങ്ങ് എടുത്ത് കളയുകയാണ്. അങ്ങനെ. പിന്നെ വിത്തിന് അടുത്തത് വേറെ വിത്ത് വാങ്ങിക്കും. പിന്നെ അല്ലെങ്കിൽ പിന്നെ കൂടുതലും പിന്നെ ഈ സമയം തന്നെ പിന്നെ ഒന്നീ വാങ്ങിക്കും, അല്ലെങ്കിൽ കൃഷി വല്ലുണ്ടെങ്കിൽ കൃഷി വഴി എടുക്കും. അപ്പൊ ഈ വിത്ത് നിർത്തി കഴിഞ്ഞാൽ എന്താ ദോഷം? വിത്ത് കൊലയിലത് മോശം ഉണ്ടാവും. കൊല ചെറുതാവും. കൊലയുടെ വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ കൂമ്പ് എത്ര സമയത്തിന് ശേഷം ഓടിക്കുക? കൂമ്പ് നമ്മൾ ഓടിക്കുന്ന പറഞ്ഞാൽ ഏകദേശം ഈ പരിവാണ്. ഇപ്പൊ ഓടിക്കാറായി. ഇപ്പൊ നാളെ ഓടിക്കും. നാളെ ഓടിച്ച് വിപണി കൊടുക്കാനാ. ഇത് ഏകദേശം വിരിഞ്ഞിട്ട് എത്ര ദിവസമായി? ഇതിപ്പോ വിരിഞ്ഞിട്ട് ഏകദേശം വിരിഞ്ഞിട്ട് 2 ആഴ്ചയായോ? 2-3 ആഴ്ചയാവും. 2-3 ആഴ്ച. ഇതിന്റെയൊക്കെ ഓടിച്ചതാ. പിന്നെ വാഴക്കുട്ടി പിന്നെ വാങ്ങിച്ചപ്പോ തികഞ്ഞില്ലായിരുന്നു. ഇവിടെ തികഞ്ഞില്ലായിരുന്നു. ഏകദേശം ഒരു 10 വാഴക്കുട്ടിയോളം പിന്നെ തികഞ്ഞില്ലായിരുന്നു. അത് അവസാനം വെച്ചതാണ്. ഏതാണ്ട് ബാക്കിയുള്ള എല്ലാം വെച്ച് ഏതാണ്ട് ഒരു 1.5-2 ആഴ്ചക്ക് ഉള്ളിലാണ് ഇത് നട്ടത്. അതുകൊണ്ടാണ് ഇതൊന്നും ഇവിടെ ഒരു 5-6 വാഴ കുലയ്ക്കാൻ താമസിച്ചത്. റിട്ടയർമെന്റ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കൃഷിയിലാണ്. ഇതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകത്തേ ഉള്ളൂ. കൃഷി വളരെ സന്തോഷം. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ കൃഷി എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷം തരുന്നൊരു, അത് പിന്നെ ആദായം മാത്രമല്ല, നമ്മളിത് ഈ കാണുമ്പോൾ രാവിലെ വന്ന് ഇതൊക്കെ ഇടയ്ക്ക് നിൽക്കുകയും പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കുന്ന പറഞ്ഞാൽ നമുക്ക് മാനസികമായിട്ടൊരു സന്തോഷം തരുന്നൊരു പ്രവൃത്തിയാണ്. അത് കൂടുതലും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാറുള്ളു. അങ്ങനെ കൂലി കൊടുത്ത് അങ്ങനെ വളരെ അപൂർവമായിട്ടെങ്ങാനും മാത്രമേ ഉള്ളൂ കൂലി കൊടുത്ത് ചെയ്യാറുള്ളത്. ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്? ഒറ്റയ്ക്കാണ് കൂടുതൽ. ഇതിന്റെ കുഴിയെടുത്തതെല്ലാം ഒറ്റയ്ക്ക് തന്നെയാണ്. വെട്ടി വിപണി കൊണ്ടുപോകുന്നൊക്കെയോ? വിപണി കൊണ്ടുപോകുന്ന പിന്നെ ഞാൻ തന്നെ പിന്നെ വിപണി കൊണ്ടുപോവാണ്. അങ്ങനെ. സാധാരണ വണ്ടിയൊന്നും വിളിക്കാറില്ല. പിന്നെ മിക്കവാറും 2-3 കൊലയൊക്കെ കാണും. അത് പിന്നെ ആഴ്ച 2-3 തവണയായിട്ട് പിന്നെ തന്റെ 2 വിപണിയുണ്ട്. ആ വിപണി 2 ഇതായിട്ട് കൊടുക്കും. ഇത്രയും പൊക്കമുള്ള കൊലയൊക്കെ ചേട്ടൻ ഒറ്റയ്ക്ക്? അത് കുഴപ്പമൊന്നുമില്ല. ഏത്തപ്പഴത്തിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അത് ഏറ്റവും പഴുത്ത് കഴിയുമ്പോൾ ആ കറുത്ത നിറം വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പോഷകമാണെന്നാ പറയുന്നത്. ഏത്തവാഴപ്പഴം എന്ന് പറഞ്ഞാൽ നല്ലോണം പഴുത്തെങ്കിൽ മാത്രമേ അതിന്റെ ആ ഒരു സാധാരണ അതിന്റെ മധുരം യഥാർത്ഥത്തിൽ അതിന്റെ മധുരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത്തപ്പഴം നല്ലവണ്ണം പഴുക്കണം. നമ്മുടെ ഈ നാട്ടിൽ ഈ വക്കോല് ഉപയോഗിക്കുന്ന ഉപ്പേരിക്കാണോ അതോ പഴത്തിനാണോ? ഇവിടെ കൂടുതലും പഴത്തിനാണ് ഉപയോഗിക്കുന്നത്. ഉപ്പേരിക്ക് അങ്ങനെ സാധാരണ അങ്ങനെ ഉപയോഗിക്കാറില്ല. മറ്റു നാടുകളിൽ നിന്ന് വരുന്ന കുലകളെക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ ഇല്ലേ, നമുക്ക് വിശ്വാസമുള്ള. പിന്നെ ഉറപ്പായിട്ട് നമ്മുടെ നാടൻ പഴത്തിന്റെ ഇത്രയും പിന്നെ രുചി വേറെ ഒരു പഴത്തിനും കിട്ടത്തില്ല. നമ്മുടെ ഈ ഓണക്കാലങ്ങളിലേക്ക് കൊല വെട്ടാൻ വേണ്ടി ഏത് സമയത്താണ് വാഴ നടേണ്ടത്? അത് തുലാമാസം അവസാനത്തോടു കൂടി നടണം. തുലാമാസം ഒരു 15 കഴിഞ്ഞ് 30-നകം നട്ടാല് ഓണത്തിന് നമുക്ക് കൊല വെട്ടാൻ കഴിയും. ഉപ്പേരിക്കും പഴത്തിനുമുള്ള സമയം കറക്റ്റ് വിളവായി വരും. പലർക്കും അത് ഈ ഓണത്തിന് വാഴ വെക്കേണ്ട സമയത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, ഏത് സമയത്താണെന്ന്. തുലാമാസം ഒരു 15 കഴിഞ്ഞ് 30-നകത്ത് എങ്ങനെ നട്ടാലും ഏത്തവാഴ കൊലപ്പിക്കുക. നമ്മൾ കൃത്യമായ വളവും വെള്ളവും ചെയ്തെങ്കിൽ മാത്രമേ ആ കൃത്യ സമയത്ത് നമുക്ക് കൊലപ്പിച്ചെടുക്കാൻ പറ്റൂ. എപ്പോഴും അതിന്റെ പരിസരം എല്ലാം നല്ല വൃത്തിയായിരിക്കണം. അതെ, ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഘടകം. അതെ. എപ്പോഴും നമ്മുടെ ഒരു സാമീപ്യം ഇതിന് ആവശ്യമാണ്. എപ്പോഴും ശ്രദ്ധിച്ചോണം എന്താണെന്നല്ലേ. അതെ.
അങ്ങനെ ഉണ്ടെങ്കിൽ കൃത്യമായി കൃത്യസമയത്ത് തന്നെ കുലയ്ക്കും. ആ. ഏത്തവാഴ കുലയ്ക്കും. വിളിക്കും. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പിന്നെ ചേന, ചേമ്പ്, അങ്ങനെയുള്ള കൃഷികളും ഉണ്ട്. പിന്നെ ചേമ്പില് ഭയങ്കര ശല്യം, പന്നി ശല്യം ഭയങ്കരമായുണ്ട്. അത് എന്താ വേണമെന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഇത് വെട്ടിയേമ്പ അല്ലയോ? ഇത് വെട്ടിയേമ്പ്. ഇവിടെ വെള്ളം നിൽക്കുന്ന പ്രദേശമാണോ? അല്ലല്ല, പാത്തി എടുത്തിരിക്കുന്നുണ്ട്. വെള്ളം നിൽക്കുന്നൊന്നുമില്ല. എന്നാലും ഈ മേലിൽ നിന്ന് പിന്നെ ഒഴുക്ക് വെള്ളം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ വെള്ളം ഒഴുകി പോകുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പാത്തിട്ടേക്കുക. ഈ ഭാഗങ്ങളെല്ലാം കൂടുതലും കൃഷിയാണല്ലേ? കൃഷിയാണ്. ഇപ്പം കൃഷിയൊക്കെ വളരെ കുറച്ചേക്കുമായി. പന്നിയുടെ ശല്യം കാരണം ആൾക്കാരെല്ലാം കൃഷി ചെയ്യാൻ ഇച്ചിരി മടിക്കുക. ചേട്ടാ, നമ്മൾ ഈ വാഴ കൃഷിയുടെ വളപ്രയോഗത്തെ കുറിച്ചും പരിപാലനത്തെ കുറിച്ചും കുലയെ കുറിച്ചും ഒരുപോലെ അതെല്ലാം ചോദിച്ചു. ഇനി നമുക്ക് അറിയേണ്ടത് വാഴയ്ക്ക് വരുന്ന രോഗങ്ങളെ കുറിച്ചാണ്. തുടക്കം മുതൽ വരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്, അതിനുള്ള പ്രതിവിധികൾ പറയാം. എനിക്ക് ഈ വാഴയ്ക്ക് വന്നിട്ടുള്ള കൂടുതൽ പിന്നെ ദോഷമായിട്ട് വന്നിട്ടുള്ളതായി ഓല കരിച്ചിലാണ്. അല്ലാതെ പ്രത്യേകിച്ച് അസുഖത്തിന് ഇതുവരെ അങ്ങനെ മരുന്നൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഓല കരിച്ചിലിൻ്റെ പിന്നെ കൃഷിഭവനിൽ നിന്ന് ഒരു മരുന്ന് പറഞ്ഞു തന്ന്, ആ മരുന്നാണ് പിന്നെ ഒരു 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിൻ്റെ ചുവട്ടിലും തളിക്കും, മണ്ടയ്ക്ക് ഈ രോഗം വന്ന ഇലയിൽ സ്പ്രേ ചെയ്യുകയും ചെയ്യും. അടിവശത്തും മുകൾ വശത്തുമായിട്ട്. അത് വൈകുന്നേരങ്ങളിലാണോ അതോ? സാധാരണ വൈകിട്ടായിരിക്കും ചെയ്യുന്നത്. ഇങ്ങനെ എത്ര പ്രാവശ്യം ചെയ്യണം? അത് പിന്നെ ഒരു 2 പ്രാവശ്യം ചെയ്യണം. 2 പ്രാവശ്യം ചെയ്യണം. ഇന്ന് നമ്മൾ അടിക്കുവാണെങ്കിൽ അത് കഴിഞ്ഞ ശേഷം പിന്നെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ ചെയ്യണം. അപ്പോഴേ പൂർണ്ണമായും മാറും. പൂർണ്ണമായും കുറെയൊക്കെ മാറും. പിന്നെ വരുന്ന എന്താ രോഗമാണ് കണ്ടുവരുന്നത്? പിന്നെ അങ്ങനെ ഇതുവരെ അങ്ങനെ രോഗമൊന്നും ഈ വാഴയ്ക്ക് വരുന്നത് തണ്ടുതുരപ്പനൊക്കെ അത് വന്നിട്ടുണ്ട്. പക്ഷെ ഈ വാഴയ്ക്ക് ഇതുവരെ അങ്ങനെ ഒരു വാഴയ്ക്കും അങ്ങനെ വന്നിട്ടില്ല. അത്ര ആരോഗ്യമുള്ള വാഴ ആയതുകൊണ്ടായിരിക്കും. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ചെയ്ത വാഴയ്ക്ക് ഈ തണ്ടുതുരപ്പന്റെ ഈ വാഴയിലെല്ലാം നല്ല വൃത്തിയുണ്ട്, കൈയെല്ലാം വെട്ടി വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ്. അതൊരു വലിയ ഘടകമായി. അതുകൊണ്ടാണ് കൂടുതൽ രോഗങ്ങളും. തണ്ടുതുരപ്പം വന്നിരിക്കുന്ന ഈ അഴുകിയ ഭാഗങ്ങളിലാണ്. അവസരം കിട്ടുന്നില്ല. അതിനോട് ചേർത്ത് വെച്ച് ഞാൻ ഈ കണ്ടിച്ചുള്ള രോഗം മനസ്സിലായി. പിന്നെ ഈ മണ്ടയടപ്പ് രോഗം, മണ്ട കുരുടുന്ന ഇല ചുരുണ്ട് വരുന്നത് ഇവിടെ ഈ ഭാഗത്ത് ഇതുവരെ ഒന്നിനും വന്നിട്ടില്ല. അങ്ങനെ ഒരു രോഗം ഇല്ലേ? രോഗമുണ്ട്, പക്ഷെ ഇതിനൊന്നും വന്നില്ല. അതുകൊണ്ട് ഞാൻ വെള്ളം പിന്നെ അങ്ങനെ മരുന്ന് അടിക്കേണ്ടി വന്നിട്ടുമില്ല. അതുപോലെ നമ്മൾ ഈ ചുവട്ടിൽ എന്തോ ഈ നമ്മുടെ വേപ്പും പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് കാരണമാണോ? ആയിരിക്കണം. അതുകൊണ്ട് വേപ്പും പിണ്ണാക്ക് എല്ലാ പ്രാവശ്യവും ഞാൻ കുറെ സൈഡ്. അതല്ല, നമ്മള് തൈ നടുന്ന സമയത്തേ മാണം അതിൽ മുക്കി വെക്കുന്നില്ല, മുക്കി വെക്കും. ലായനി മുക്കി വെക്കും. അതുകൊണ്ടായിരിക്കും ഒരു പ്രതിരോധ ശേഷി അതുകൊണ്ടായിരിക്കണം. കീടങ്ങളെല്ലാം നശിച്ചു പോകൂല്ലേ? പക്ഷേ ഇപ്രാവശ്യമുള്ള പിന്നെ ഒറ്റ വാഴയ്ക്കും അങ്ങനെ ഇതുവരെ ഒരു ശല്യം പിന്നെ ഒരു രോഗം ഇതുവരെ അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ചേട്ടനാണ് മണ്ണിന്റെ pH മൂല്യം കൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്, പരിശോധിച്ച് എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. പരിശോധന കൊണ്ട് പിന്നെ മണ്ണ് പരിശോധിച്ച് അതിനനുസരിച്ചാണ് ഞാൻ വളം ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കമന്റ് ചെയ്യണേ. താങ്ക് യു.